ഹെൻഡെ കാസ്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ഹക്കീം എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ ആയിട്ടുള്ള പേര്. ഇൻസ്റ്റാഗ്രാമിൽ കുറേയധികം പേരുടെ സ്കാംസൊക്കെ വെളിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. അത് ഒരുപാട് വെളിയിൽ കൊണ്ടുവന്ന് ഒരുപാട് പേരുടെ മുഖം വെളിയിൽ കാണിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. കുറേയധികം പേര് ഇതേ കണക്ക് സ്കാമൊക്കെ ചെയ്യുന്നവരെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരാളുടെ ഹെൽപ്പാണ് ചോദിക്കാറുള്ളത്. അങ്ങനെ കുറേയധികം ഹേറ്റേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തി കൂടിയായിരുന്നു ഈ ഒരു ഹക്കീം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേറൊരു ഇതേ കണക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഇൻഫ്ലുവൻസർ ഈ ഹക്കീമിനെതിരെ കുറേയധികം ആരോപണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹക്കീമിൻ്റെ മുമ്പിൽ കുറേയധികം പെൺകുട്ടികൾ തനിക്ക് നേരിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ക്രൂരതകളൊക്കെ പറഞ്ഞിട്ട് ചെല്ലും. അപ്പോൾ അവരുടെ മുൻനിർത്തിക്കൊണ്ട് ഇവൻ നിലയിൽ നിന്നിട്ട് മറ്റുള്ളവരെ നിന്ന് പൈസ വാങ്ങുന്നു, എന്നിട്ട് ഇവൻ തന്നെ അത് മൊത്തം എടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേയധികം തെളിവ് ഈ ഒരു മറ്റേ ഇൻഫ്ലുവൻസർ പുറത്തു വിടും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹക്കീമിൻ്റെ അടുത്ത് കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനുള്ള മറുപടി പറയണം എന്നൊക്കെ ഉള്ളത്. അപ്പോഴത്തേനും പറഞ്ഞൊരു കാര്യം, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയൂ എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇവൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ലൈവ് തീർന്നതിന് ശേഷം ലൈവ് കട്ടായി എന്ന് വെച്ചിട്ട് ഈ ഒരു ഹക്കീം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ലൈവിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തി ദുബായിൽ എന്താണ് ഉള്ളത്, അപ്പം അവിടെ ലൈവിൽ ഇരുന്നുകൊണ്ട് ഇതേണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഈ വ്യക്തി അറിഞ്ഞത് ഉടനെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രതികരിക്കാനൊന്നും തന്നെ നിന്നിട്ടില്ലായിരുന്നു. ആ ഒരു വീഡിയോ എടുത്ത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ചർച്ചയായ സമയത്താണ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കണക്ക് ഈ ഒരു ഹക്കീമിനെ പോലീസ് അവിടെ പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ. അതിനുശേഷം ഹക്കീമിൻ്റെ ഒരു വാർത്തയില്ലായിരുന്നു. പോലീസൊക്കെ അവിടെ പിടിച്ചു എന്നുള്ള രീതിയിൽ വലിയ ന്യൂസ് ചാനലിലടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹക്കീം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് കണക്ക് പല വലിയ മീഡിയാസ് ഞാനുണ്ടെങ്കിൽ അകത്തായി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും തന്നെ പറ്റിയിട്ടില്ല, ഞാനുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്ത് അർത്ഥത്തിലാണ് ഇത് കണക്ക് ഓരോ മീഡിയ ചാനലൊക്കെ എനിക്കതിൽ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ 1-2 ചാനലെതിരെ ഞാൻ ന്യൂസൊക്കെ എതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ചിലവർ ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷേ എല്ലാവരും തെളിവില്ലാതെ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എവിടെ ഓടിപ്പോയിട്ടില്ല എന്നുള്ള രീതിയിൽ ഹക്കീം ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ഓഫാക്കി വെച്ചിരുന്നതായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ.